കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്ന് ഇതാണ്. കെ സുരേന്ദ്രൻ ഇക്കുറി എവിടെ മത്സരിക്കും? ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും പാർട്ടിയുടെ ഏറ്റവും ശ്രദ്ധേയനായ മുഖവുമായ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് വീണ്ടും അംഗത്തിനിറങ്ങുമോ എന്ന കാര്യത്തിൽ നിലനിൽക്കുന്ന സസ്പെൻസ് പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി മാധ്യമങ്ങളോട് അദ്ദേഹം നടത്തിയ പ്രതികരണം ഈ അനിശ്ചിതത്വത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരം എന്നത് കേവലം ഒരു മണ്ഡലമല്ല, മറിച്ചൊരു വികാരമാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ശ്വാസമടക്കി പിടിച്ചാണ് മഞ്ചേശ്വരത്തെ വോട്ടെണ്ണൽ കണ്ടത്. UDF-ലെ AKM അഷ്റഫിനോട് കേവലം 745 വോട്ടുകൾക്കാണ് സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. വിജയത്തിന് തൊട്ടടുത്തെത്തി നിൽക്കെ നഷ്ടമായ ആ ഭാഗ്യം ഇക്കുറി തിരിച്ചുപിടിക്കുക എന്നത് ബിജെപിയുടെ അഭിമാന പ്രശ്നമാണ്. മഞ്ചേശ്വരത്ത് ഇക്കുറി താൻ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളുടെ ഏകോപന ചുമതലയാണ് പാർട്ടി തനിക്ക് നൽകിയിട്ടുള്ളതെന്ന മറുപടിയാണ് സുരേന്ദ്രൻ നൽകിയത്. ഇത് സ്ഥാനാർത്ഥിത്വത്തിലേക്കുള്ള ഒരു സൂചനയാണോ അതോ ഒഴിഞ്ഞുമാറലാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ മഞ്ചേശ്വരത്തുള്ളത്. മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയാണെങ്കിലും മണ്ഡലത്തിലെ വോട്ട് നിലകളിൽ വലിയ മാറ്റങ്ങൾ ദൃശ്യമാണ്. കേരളത്തിൽ നേരിട്ട് ബിജെപിയും ലീഗും ഏറ്റുമുട്ടുന്ന മണ്ഡലമായി മഞ്ചേശ്വരം മാറിയിരിക്കുന്നു. LDF മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതോടെ ബിജെപിക്ക് വിജയസാധ്യത വർദ്ധിച്ചു. കഴിഞ്ഞ തവണ LDF-ന്റെ സ്ഥാനാർത്ഥിയേക്കാൾ 20,000-ലധികം വോട്ടുകൾ സുരേന്ദ്രൻ അധികമായി ലഭിച്ചിരുന്നു. ഇത് മണ്ഡലത്തിൽ ബിജെപിക്ക് ഉണ്ടാക്കാൻ സാധിച്ച വമ്പിച്ച സ്വാധീനത്തെയാണ് കാട്ടുന്നത്. ഇക്കുറി ആഞ്ഞു പിടിച്ചാൽ ജയം ഉറപ്പാക്കാമെന്ന് NDA വിശ്വസിക്കുന്നു. മഞ്ചേശ്വരത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുമ്പോഴും സുരേന്ദ്രന്റെ കണ്ണുകൾ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് സീറ്റിലാണെന്ന റിപ്പോർട്ടുകളും ശക്തമാണ്. ഇതിന് ചില പ്രത്യേക കാരണങ്ങളുമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചെടുത്തത് വട്ടിയൂർക്കാവ് പോലുള്ള മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നു. തലസ്ഥാനത്ത് ഒരു നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കുക എന്നത് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. വട്ടിയൂർക്കാവ് സീറ്റിനായി BJPക്കുള്ളിലെ പല മുതിർന്ന നേതാക്കളും രംഗത്തുണ്ട്. സുരേന്ദ്രൻ വട്ടിയൂർക്കാവിനായി വാശി പിടിച്ചാൽ പാർട്ടിക്കുള്ളിൽ അത് പുതിയ പോരിന് വഴിവെക്കും. വട്ടിയൂർക്കാവ് ലഭിച്ചില്ലെങ്കിൽ സുരേന്ദ്രൻ മത്സരരംഗത്തുണ്ടാകില്ലെന്ന അഭ്യൂഹം അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പോലും പങ്കുവയ്ക്കുന്നുണ്ട്. സുരേന്ദ്രനെ പരിഗണിക്കുന്ന മറ്റൊരു പ്രധാന മണ്ഡലമാണ് പാലക്കാട്. BJPക്ക് ശക്തമായ അടിത്തറയുള്ള പാലക്കാട് നഗരസഭയുടെ ഭരണം പാർട്ടിയുടെ കൈകളിലാണ്. പരിചയസമ്പന്നനായ ഒരു നേതാവിനെ പാലക്കാട് ഇറക്കിയാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നു. മഞ്ചേശ്വരത്ത് ഒരു തവണ പരാജയപ്പെട്ട സാഹചര്യത്തിൽ സുരക്ഷിതമായി മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറാൻ സുരേന്ദ്രനും താല്പര്യമുണ്ടായേക്കാം. കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നത് ഒരു റിസ്ക് കൂടിയാണ്. തുടർച്ചയായ മൂന്നാം തവണയും പരാജയപ്പെടുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെയും ബാധിച്ചേക്കാം. എന്നാൽ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ നിരന്തരമായ ഇടപെടലുകളും ജനപിന്തുണയും BJPക്ക് മുതൽക്കൂട്ടാണ്. മഞ്ചേശ്വരത്തെ കന്നഡ സംസാരിക്കുന്ന വോട്ടർമാർക്കിടയിലുള്ള സ്വാധീനവും സുരേന്ദ്രന്റെ അനുകൂല ഘടകമാണ്. തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കെ സുരേന്ദ്രന്റെ ഓരോ നീക്കവും അതീവ പ്രാധാന്യത്തോടെയാണ് രാഷ്ട്രീയ കേരളം കാണുന്നത്. അദ്ദേഹം മഞ്ചേശ്വരത്ത് തന്നെ തുടരുമോ അതോ തലസ്ഥാനത്തെ വട്ടിയൂർക്കാവിലേക്ക് ചേക്കേറുമോ എന്നത് BJPയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെ വലിയ രീതിയിൽ ബാധിക്കും. ഏകോപന ചുമതല എന്ന ലേബലിൽ അദ്ദേഹം മണ്ഡലത്തിൽ സജീവമാകുമ്പോൾ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിൽ സുരേന്ദ്രന്റെ പേര് എവിടെ ഉണ്ടാകുമെന്ന സസ്പെൻസ് വരും ദിവസങ്ങളിൽ കൂടുതൽ കടുക്കും. കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ പരിശോധിച്ചാൽ മഞ്ചേശ്വരത്തെ LDF മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും വ്യക്തമാണ്. 2021 BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും മുസ്ലിം ലീഗിലെ AKM അഷ്റഫും തമ്മിൽ നടന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. അന്ന് LDF സ്ഥാനാർത്ഥിയേക്കാൾ ഏകദേശം 20,000-ലധികം വോട്ടുകൾ അധികം നേടിയാണ് BJP രണ്ടാം സ്ഥാനത്തെത്തിയത്. ഇത്തവണയും LDF കാര്യമായ സ്വാധീനം ചെലുത്തിയില്ലെങ്കിൽ പ്രായോഗികമായി മത്സരം BJPയും UDF-ഉം തമ്മിലാകും. മഞ്ചേശ്വരത്ത് BJP ഭീഷണി ഉയർത്തുമ്പോൾ അവരെ പരാജയപ്പെടുത്താൻ മതനിരപേക്ഷ വോട്ടുകൾ UDF സ്ഥാനാർത്ഥിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന പ്രവണത മുൻപും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 2026-ൽ BJP തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റുകയാണ്. സംസ്ഥാന നേതാക്കൾക്ക് പകരം പ്രാദേശിക നേതാക്കളെ ഇറക്കി വോട്ട് ഏകീകരണം തടയാനുള്ള പ്ലാൻ B പാർട്ടി ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെ വന്നാൽ വോട്ടുകൾ പിന്നിക്കാതെ തന്നെ ലീഗുമായി നേരിട്ട് ഏറ്റുമുട്ടാമെന്ന് BJP കണക്കുകൂട്ടുന്നു. മഞ്ചേശ്വരത്തെ കന്നഡ സംസാരിക്കുന്ന വോട്ടർമാരും ഭാഷാ ന്യൂനപക്ഷങ്ങളും BJPക്ക് വലിയ പിന്തുണ നൽകുന്നുമുണ്ട്. മറുഭാഗത്ത് UDF-ന്റെ പക്കൽ നിന്ന് മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDF-ന് ആവേശം കുറയുന്നത് BJPക്ക് നേരിട്ടുള്ള പോരാട്ടത്തിന് കളമൊരുക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു മൂന്നാം കക്ഷിയുടെ സാന്നിധ്യം വെറും പേരിന് മാത്രമായി ഒതുങ്ങുകയും യഥാർത്ഥ പോരാട്ടം താമരയും ഏണിയും തമ്മിലാവുകയും ചെയ്യാനാണ് സാധ്യത.